Hello guys, welcome back to my YouTube channel and welcome back to yet another episode of Getting Artified. Endo deva? അത്രയും വേണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വൈകുന്നേരമായിട്ട് ഞങ്ങളിപ്പോൾ ദുബായിൽ ഞങ്ങളൊന്ന് ചിൽ ചെയ്യാൻ ഇറങ്ങിയാണ്. ഇന്നിപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വെനസ്ഡേ 11th of സെപ്റ്റംബർ 11th of September ആണ്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ദേവയുടെ വീട്ടിൽ നിന്ന് ഞാനും ദേവയും കൂടി ഇപ്പോൾ പുറത്തിറങ്ങാണ്. ഫുഡ് കഴിക്കാൻ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ നിങ്ങൾ കണ്ട വ്ളോഗ് ഫുഡ് കഴിക്കുന്നതാണ്, അത് കഴിഞ്ഞ് നിങ്ങൾ കാണേണ്ട വ്ളോഗ് ഞാനും ദേവയും കൂടെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത വ്ളോഗ് ഞങ്ങൾ പുറത്തു പോകുന്നതാണ്. അപ്പോൾ ഞാനും ദേവയും കൂടെ പോവാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ അപ്പച്ചിയും മാമനും കാർത്തിയും പരമേശ്വരനും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ താഴെയുണ്ട്, അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ബുർജ് പാർക്കിലൊന്ന് കറങ്ങണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബുർജ് പാർക്കിൽ ആക്ച്വലി ഡിസംബറിൽ ഞാൻ വരാൻ നേരം പോയതാണ്, പിന്നെ പോയിട്ടില്ല. ബുർജ് പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മുടെ മറ്റേ സാധനം എന്താ അത് ബുർജ് ഖലീഫയുടെ സൈഡിലുള്ള കുറച്ച് നല്ല മനോഹാരിത നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ദേവയോട് അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കണം. ചെറിയ ലൈറ്റ് ഡേറ്റ് പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാ വീക്കും ഡേറ്റ്, എല്ലാ ദിവസവും ഡേറ്റ്, എല്ലാ ദിവസവും നിങ്ങൾ എൻജോയ് ചെയ്യുക, നമ്മളും എൻജോയ് ചെയ്യുക, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ എന്നാൽ നമുക്ക് പോകാം. ദേവ റെഡിയാവുന്നു, ഞാൻ റെഡിയാണ്. ഈ ഷർട്ട് ദേവയുടെ അമ്മായി തന്ന ഷർട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ലപോലെ ഫിറ്റായിട്ട് കിടപ്പുണ്ട്, നല്ല മെറ്റീരിയലുമാണ്. ഹാഫ് സ്ലീവാണ്, ഞാൻ പൊതുവെ ഇങ്ങനെ ഹാഫ് സ്ലീവ് ഇടാറില്ല, പക്ഷേ ഇട്ട് ശീലിക്കാൻ എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല. യെസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓണം വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും എനിക്ക് ഓണക്കോടിയെല്ലാം തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം, ഒരു പ്രശ്നമില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. യെസ്. അപ്പോൾ എന്തായാലും വരൂ, പോവാം. എന്താ ദേവ ചോദിച്ച് ഓണം ഗിഫ്റ്റ് വാങ്ങുന്നതെന്നുള്ളതാണോ? അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരില്ല, ചോദിക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല. പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങാന്നാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അമ്മൂമ്മ എൻ്റെ വ്ളോഗില്ലേ ഫസ്റ്റ് 193 വീഡിയോ തൊട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആയിട്ട് അമ്മൂമ്മ എല്ലാം കാണുന്നുണ്ട്. ഞാൻ ഏത് വീഡിയോയിൽ ഏത് മിനിറ്റ് എന്ത് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് അറിയാം. മമ്മി അയ്യടിച്ച് പരമേശ്, നിന്റെ ഐഡന്റിറ്റി ഇല്ലല്ലോടാ മോനെ. വാടാ. ആ ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, ദേവ റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 23 ദേവയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആ സമയത്ത് ദേവ ലണ്ടനിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിപ്പം ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു പോകുന്നതിന് മുമ്പ്. അപ്പം അതാണ് ഇന്ന് ഞാനും ദേവയും കൂടെയുള്ള പരിപാടി. ഞാനങ്ങനെ ദേവയോട് തന്നെ പറഞ്ഞ് എന്നെ ഒരു പൂക്കടയിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. കാര്യം സർപ്രൈസ് ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേവയോട് ചോദിച്ചു, ദേവ എന്നെ ഒരു പൂക്കടയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ദേവ എന്നെ കൊണ്ടുപോയതാണ്. ദേവ കാറിരിക്കുകയാണ്, ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫ്ലവേഴ്സ് കൊടുക്കാൻ പോവാണ്. ഹായ് ദേവ, ഇഷ്ടായോ ദേവ? അത് നോക്ക്, പൂ നോക്ക്, കാണിച്ചു കൊടുക്കില്ല. ഇഷ്ടപ്പെട്ടോ? എന്ത്? ഓ, ഇതിനകത്ത് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചതാ കഴിക്കാൻ. പൂ ഇഷ്ടപ്പെട്ടോ? It's my watch, I know. Okay, so I'm going to give you your watch. Guys, പുള്ളിക്കാരി എന്നെ കാണട്ടെ, പുള്ളിക്കാരിയുടെ വാച്ച്. ആ, തുറന്ന് കാണിക്കൂ, മറ്റേ സൈഡ് കാണിക്കൂ, മറ്റേ സൈഡ്. ഇത് ഓഫ് ചെയ്യും. ആ, ഓക്കെ.
നൈസ് അല്ലേ? കാണിച്ചു കൊടുക്ക് ഗൈസ്. ഇത് കോച്ചിൻ്റെ വാച്ചാണ്. ദേവയ്ക്ക് കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. ദേവ ലണ്ടനിൽ പോവുകയാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ അല്ലേ ദേവ? ഏത് കോഴ്സാണ്? MSc Organizational Psychology and Business. ഏത് യൂണിവേഴ്സിറ്റി? University of Leeds. എത്ര നാളത്തേക്ക്? 1 year. 1 year. Yes. അപ്പോൾ അതിന് ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. Thank you. ഇഷ്ടപ്പെട്ടോ വാച്ച്? You should smell good. Ooh. Nice. This is Ralph Lauren. Romance. ഓക്കെ, അപ്പൊ എന്തായാലും ദേവത തുറന്ന് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടല്ലോ രണ്ടും? ഗൈസ് കണ്ടോ, ശോഭ എവിടെ തിരിഞ്ഞാലും ശോഭയാണ് ഗൈസ് ഇവിടെ. എന്ത് പൊളി, പൊളിയോ പൊളി. ദേവാ, യെസ്, ശോഭ തൃശ്ശൂർ എന്തെങ്കിലും അറിയാമോ? യെസ്, PNC മേനോൻ സാറിൻ്റെ ആണ് ശോഭ. PN ചെന്താമരാക്ഷി മേനോൻ. ഞങ്ങളൊരു തവണ തൃശ്ശൂർ മമ്മിയൂർ അമ്പലത്തിൽ തൊഴാൻ നേരം പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതാണ് PNC മേനോൻ, പുള്ളിയുടെയാണ് ശോഭ. ഇപ്പം ദുബായിലൊരു മേജർ പ്രസൻസ് തന്നെ അവർക്കുണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ. എൻ്റെ മോനെ ദേവാ, എന്താണ് ദേവ ഇത്? ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 250%. അതിതാണ്. എന്തുവാ ദേവ ഇത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഇത് പൂക്കളുണ്ടല്ലോ കയ്യിൽ, കൊച്ചു കള്ളി. ശരിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. ആ വെള്ളത്തിന്റെ ആ ഭാഗത്തോട്ട് പോവാം. So I think it's at 8:30. 8:30 ആക്ച്വലി ഗൈസ്. ഇവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ നടുക്ക് ഫൗണ്ടൈൻ ടിങ് 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 വരും. ക്യാമറ തുടക്കട്ടെ. മച്ച് ബെറ്റർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. താഴെ സ്റ്റെപ്പുണ്ട്. ഞാൻ താഴെ നോക്കി കിടക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, താഴെ നോക്കിയില്ലെങ്കിൽ മൂക്ക് കുത്തി മറിഞ്ഞടിച്ച് വീഴും, അതൊരു പ്രശ്നമാകും. യെസ്, കുറേ ഗ്ലെയർ ഉണ്ട് കേട്ടോ. ഫോണിപ്പോൾ പോകും ദേവാ, പിന്നെ യെസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതൊക്കെ MR ഗ്രൂപ്പിൻ്റെ ആണ്. MR ദേവാ, മേലെ താഴെ കദേവാ. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഇത് ആരെടുക്കും എന്നറിയാൻ പാടില്ല. അവിടെ ഏതെങ്കിലും ഫാമിലി നിൽക്കുമ്പം ആ ഫാമിലിയിലെ ചേട്ടൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറയും ഒരു ഫോട്ടോ എടുത്ത് തരുമോ ചേട്ടാ, അല്ലെങ്കിൽ ചേച്ചി, അപ്പോൾ അവരെടുത്ത് തരും. യെസ്. You're scared to take videos in front of my parents, but you're okay with giving the phone to some stranger to take a picture? എനിക്കെന്തോ സ്കേഡല്ലേ, എന്നെ പേടിക്കുന്ന എന്തിനാ? എനിക്കൊരു ചമ്മൽ. ഞാൻ ദേവയുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ചാൽ എൻ്റെ വ്ളോഗിങ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അവരെന്നെ എൻ്റർടൈൻ ചെയ്യും. എടുക്ക് കൂടുതലെടുക്കുന്നു. പക്ഷെ എനിക്കെന്തോ അവരുടെ മുമ്പിൽ ഒരു ഭയങ്കര ചമ്മല. കുഴപ്പമില്ല, മാറ്റാം. ഞാൻ നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണിച്ചു തരാമേ. എന്നാ ഭംഗിയല്ലേ. നൈസ്. ദേവ ഇങ്ങോട്ട് നിൽക്കും, ഞാൻ ദേവയുടെ ഫോട്ടോ എടുത്തു തരാം. ഗൈസ് കണ്ടോ, 8:30 ഫൗണ്ടൈൻ വരുമെന്ന് പറഞ്ഞ് വന്നു. കറക്റ്റ് 8:30. എല്ലാ ഹാഫ് ആൻ അവർ കൂടുമ്പോഴാണ്. കണ്ടോ, ഇതെനിക്കൊന്ന് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്തായാലും ഒരു രക്ഷയില്ല. ഈ ഫീൽ നിങ്ങൾ വന്ന് തന്നെ അനുഭവിക്കണം. ലെജിറ്റ് നിങ്ങൾ വന്ന് അനുഭവിക്കണം. അതുപോലെ മനോഹരമാണിത്. എന്താ ദേവ എന്തോ പറഞ്ഞേ?
ബുർജ് ഖലീഫയുടെ താഴെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് വികാരങ്ങളുണ്ട്. ഒന്ന്, പണ്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ വരികയും ബുർജ് ഖലീഫ എന്താ അതിനിപ്പോൾ എന്താ വലിയ ബിൽഡിങ് അതിനിപ്പോൾ എന്താ. പക്ഷേ എൻ്റെ പൊന്നെ, ഈ ഫിലിം സ്റ്റാർസൊക്കെ അവരുടെ സിനിമയുടെ റിലീസിന് മുമ്പ് ഈ ബുർജ് ഖലീഫയിൽ മറ്റേ ആ സ്ക്രീൻ മൊത്തം അവരുടെ ഫിലിമിൻ്റെ ഇത് വരുമല്ലോ, പ്രൊമോഷൻ. അപ്പോഴും ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ വലിയ കാര്യം എന്താ, ഷാരൂഖ് ഖാൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെ വന്ന് നമ്മളത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊതിയാവും എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തൊന്ന് കയറണമെന്ന്. ആക്ച്വലി കയറുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ്സിലും കാര്യങ്ങളൊക്കെ നമുക്ക് കയറാം. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമുക്ക് കയറാം, അത് പ്രശ്നമില്ല. പക്ഷേ I celebrated my 17th birthday at Burj Al Kottaguri, Trivandrum. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ ബുർജ് ഖലീഫയിൽ എത്രയോ എനിക്ക് തോന്നുന്നു 15-20 ഫ്ലാറ്റ് എന്തോ ഒരു മലയാളിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടായിരുന്നു. 50 അല്ലേ? ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ്സ് ഓൺ ചെയ്യുന്നത് അയാളല്ലേ? ഓൺ ചെയ്യുന്ന അയാളായിരുന്നു. ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. അത് മലയാളിയാണ്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന അമ്മയുടെ നമ്മുടെ തൃശ്ശൂർ ജോയിസ് പാലസ് ഇല്ലേ, ജോയിസ് പാലസ് അങ്കിളിന്റെ ബ്രദറാണ് അവർ. ആ പുള്ളിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അവര് AC-യുടെ ബിസിനസ്സാണ് അവർക്ക് മെയിൻ. അവരുടെ ബിസിനസ് അതാ. വേറെ എനിക്ക് പറയാൻ തെറ്റാണെന്ന് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ബട്ട് അങ്ങനെയാണ് ഞാൻ കേട്ടുള്ളൂ. അവർക്ക് ജോയി പാലസ് നമ്മൾ തൃശ്ശൂർ പോകുന്ന നേരം ഞാൻ താമസിക്കുന്നത് മാമൻ്റെയൊക്കെ പരിചയമുള്ളതാണ്. ഞങ്ങൾ എവിടെ അച്ഛനൊക്കെ അറിയാം. അവര് ഏറ്റവും കൂടുതൽ ഓൺ ചെയ്യുന്ന മലയാളി എന്ന് പറഞ്ഞാൽ പേപ്പറിലെല്ലാം ഉണ്ടായിരുന്നു. അമ്പൊന്നും വേണ്ട ഇല്ലെങ്കിലും ഒരെണ്ണം വാങ്ങാൻ പറ്റണേന്നാ. മോഹൻലാലിനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ദിലീപിനെ കാണും? ദിലീപിനെ കാണില്ല. മോഹൻലാൽ എന്തായാലും കാണും. മോഹൻലാലിനുണ്ട്, യെസ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ എനിക്ക് എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുന്നവർക്കും അവർക്ക് അതിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാം ബുർജ് ഖലീഫയിൽ ഓരോ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റട്ടെ. ദൈവം അതിനുള്ള എല്ലാ ലൈക്കും കമന്റും ഇടാത്തൊരു ആകുമ്പോൾ ലൈക്കും കമന്റും ഇട്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫയിൽ ഫ്ലാറ്റ് കിട്ടൂല. സത്യം കിട്ടില്ല കേട്ടോ. യെസ്, രസം. തന്ത വൈബ്സ് ദേവ. നമുക്ക് ട്രെയിനിൽ കയറി ഇരുന്നാലോ? നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് ലുലുമോളിലൊക്കെ പോകുമ്പോൾ പേടിയായി ട്രെയിൻ കാണുമ്പോൾ വന്ന് ഇടിക്കുമോ. എന്ത് ദേവ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഗസീബോ റെസ്റ്റോറൻറ്റിൽ പോവാണ്. കാരണം ഞങ്ങൾക്ക് പ്രൈവസി ഇഷ്ടമാണ്. നമുക്കൊരു ക്യൂബിക്കലിനകത്ത് കഴിക്കണം ഒക്കെ വെച്ചെന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗസീബോയിലോട്ട് പോവാണ്. കഴിഞ്ഞാണ് പോയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. കുറച്ച് റിച്ച് ടൈപ്പ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ദേവിക്ക് എനിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചല്ലേ. നമസ്കാരം. അങ്ങനെ നമ്മൾ അന്നിരുന്ന സ്ഥലത്ത് തന്നെ എത്തി, ഗസീബോയിലെത്തി. നമ്മളപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞാണ് പറഞ്ഞ ഡിഷല്ല, ഡിഫറെൻറ്റ് ഡിഷാണ് പറഞ്ഞത്. ഒരു സ്റ്റാർട്ടറും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടർ ആക്ച്വലി ഒരു ചീസ് സ്റ്റഫായിട്ടുള്ള ചിക്കനാണ്, കബാബാണ്. പിന്നെ ചിക്കൻ്റെ ഒരു നേരെ അടച്ചുകൂടാ, ചിക്കൻ്റെ ഒരു കറി ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് നാൻ അല്ല, അത് സ്പൂൺസും സാധനങ്ങളും കൊണ്ടുവരുന്നത്. ഗാർലിക് നാൻ, റുമാലി റൊട്ടി, രശ്മി പൊറോട്ട. ഞാനൊരു ഡയറ്റ് കോക്ക് ഓർഡർ ചെയ്തു. ഞാൻ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല. ഞാനും എയറേറ്റഡ് അല്ല. അപ്പോൾ ഡയറ്റ് കോക്ക് വല്ലപ്പോഴും കൊതിക്കൊന്ന് കുടിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഒരെണ്ണം ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ പോയി. ഇന്ന് സൽക്കാരി ബിരിയാണി കഴിക്കാൻ പോയി. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു.
അത് ഞാൻ ഹാഫ് കുടിച്ചിട്ട് ഹാഫ് അവിടെ തന്നെ വെച്ച് ഫുള്ള് കുടിക്കാൻ വയ്യായിരുന്നു. ഇപ്പോഴും കുടിക്കാനിരിക്കും. എനിക്ക് അതിനൊരു മയം മതി. പക്ഷെ എന്ത് ചെയ്യാനാണ്, ദേവയ്ക്ക് തൊടാനായിട്ട് ദേവ ഷെയർ ചെയ്യത്തില്ല. ദേവ മസാല ടീ പറഞ്ഞു, ഞാനിതും പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ തവണ വന്ന് കഴിഞ്ഞ തവണ വന്ന് സെയിം സ്ഥലത്ത് തന്നെ സെയിം ഫുഡല്ല, ഡിഫറെൻറ്റ് ഫുഡാണ്. ബ്രെഡ് ഐറ്റംസ് സെയിം ആണ്. അപ്പോൾ 4 റൊട്ടി എക്സ്ട്രാ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ദേവയുടെ ലണ്ടൻ പരിപാടി വിളിക്കാം. അപ്പോൾ MSc ആണ് പഠിക്കാൻ പോകുന്നത്. BSc സൈക്കോളജി കഴിഞ്ഞ് MSc ഓർഗനൈസേഷണൽ സൈക്കോളജി ആൻഡ് ബിസിനസ് ആണ് ദേവ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സ്. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ലണ്ടൻ UK. അപ്പോൾ ഇപ്പോൾ നാളെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോഴത്തേക്കും ദേവ അവിടെ എത്തുന്നതായിരിക്കും വെച്ചു. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ദേവയുടെ അച്ഛൻ, ദേവയുടെ അമ്മ. 1 വീക്കാണ്. ഇടയ്ക്ക് നമുക്കും പോകാം. ലണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അന്യരല്ലല്ലോ. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പം UAE അന്യരല്ലല്ലോ. നമുക്ക് ഇടയ്ക്ക് പോവാം. അപ്പോൾ എൻ്റെ UK നമ്മൾ കാണുന്ന കുറേ വ്ളോഗ് കാണുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും UK എല്ലാവർക്കും എനിക്ക് ഫുഡ് അയച്ചു തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ആദ്യത്തെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. ഞാൻ ഫുഡ് കഴിക്കും. യെസ്. അപ്പോൾ ബാക്കി ദേവയുടെ ലണ്ടൻ വിശേഷങ്ങൾ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ വ്ളോഗിൽ ഇത്രയും മതി. അപ്പോൾ ഇനി ഫുഡ് വരട്ടെ. നമുക്ക് ഫുഡിൻ്റെ കാര്യം കാണിച്ചു തരാം. ഓക്കെ. കൊക്കക്കോള ലൈറ്റ്. ഞാൻ അങ്ങ് പോകണോ? അത്രയുള്ള ഫുഡ് കണ്ടപ്പോൾ ഞാൻ അങ്ങ് പൊക്കോളാം. കാണണം തന്നെ, കണ്ടു കഴിക്കാം. ഏതാ കൂടുതൽ നോക്കട്ടെ. കൂടുതലുള്ളത് ആർക്കാ? എനിക്ക് കഷ്ടം. എന്തോന്ന് ദൈവമേ ഇത്. What did you say? How are they making this, guys? What is the shit? North Indian food ഒക്കെ ഇങ്ങനെ ചുമ്മാ ഒരു രക്ഷയില്ല. I want to be a gazebo. No, people shouldn't eat me. I should eat myself. Coca-Cola light. മധുരമില്ല. അടിച്ച് കയറുവാ. ഗ്ലാസ് തരുമോ? അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ദേവയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ. ഇനി കറി വരുമ്പോൾ കാണിച്ചു. ഞാൻ അത് ചീസൊക്കെയാണ് കേട്ടോ. വീണ്ടും ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, 1 കിഡിലും ഫുഡാണ്, 2 വേറൊരു കടയിൽ പോയി ഇനിയും കൊള്ളത്തില്ലെങ്കിൽ ഇന്നത്തെ മൂഡ് പോകും. അപ്പോൾ അതുകൊണ്ട് സേഫ് സൈഡ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പിസ്താഷ്യോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദേവനോട് പറയാം വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നല്ലോ. ഒന്നാമത് വയറൊക്കെ നിറഞ്ഞു, എനിക്ക് ആകെ ക്ഷീണം. രണ്ടാമത് ദേവ പോകുന്നതിൻ്റെ 0.15 finish. What is that? Another kunafa cheesecake. Rasmalai, gulab jamun, jafrani firni, bread ka meeta. Menu. ദേവ തീർന്നു പോയില്ലേ എന്ന് പേടിച്ചാണ് ആദ്യം ഓർഡർ ചെയ്തത്. പക്ഷേ സാധനം തീർന്നു പോയി. ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. ഏതാ ദേവ? മറ്റേ മട്ക, അത് നല്ലതാ. There's something called malpua with rabdi. ഇത് മൊത്തം എനിക്കാണോ? Out of 10? 10. Really? സൂപ്പർ സാധനം ഗൈസ്. ആദ്യം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലെന്ന്, പക്ഷെ പിന്നെ ഭയങ്കര ടേസ്റ്റ് വരും അല്ലേ? നൈസ്. ഭയങ്കര സോഫ്റ്റ്. കഴിക്കാം അപ്പോൾ അല്ലേ? ഹലോ ഗൈസ്, ഇത് ആദ്യത്തെ വ്ളോഗിന് വേണ്ടിയിട്ടാണ്.
അപ്പം ഞാൻ UK പോവാണ്. അത് ഈ സെഡാണ്. നമുക്കെന്തു വിഷമം. UK പറഞ്ഞ അടുത്ത് പൈസ ഉണ്ടായിട്ടൊക്കെ ചെലുക്കുക, പോവുക, കാണുക, കറങ്ങുക, വരിക പോവുക, കാണുക. പിന്നെ 1 year കോഴ്സേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2 മാസം അവധിയുണ്ട്. ഡിസംബറിൽ 1 മാസം, ഏപ്രിൽ 1 മാസം. സോ ബേസിക്കലി 10 months അവിടെ ഉള്ളൂ. പിന്നെ അതേപോലെ ദൈവം സഹായിച്ച് പൈസയും കാര്യങ്ങളും ആയുസ്സും ആരോഗ്യവും എല്ലാം ഒക്കെ നല്ലപോലെയൊക്കെ ഇരിക്കട്ടെ. എന്ന് പറയുന്ന പോലെ എന്താ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അതി സൂര്യനായി വന്നൊളിച്ചിരുന്നേ